അപ്പോൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ ഉണ്ട്. അങ്ങനെ ശ്രമിച്ചിട്ടില്ല ഞാൻ. ചിലപ്പോൾ വീട്ടിലിരിക്കുമ്പോൾ ചിലപ്പോൾ ഒന്ന് രണ്ട് ചെറിയ ഇപ്പോൾ കൃഷ്ണനെ കുറിച്ചൊക്കെ എന്തെങ്കിലും ഒരു ഡിവോഷണൽ പോലെ ഉള്ള ലൈനിൽ എന്തെങ്കിലും വേണമെങ്കിൽ ഒന്നോ രണ്ടോ താരാട്ട് പോലെയോ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും തന്നെയൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒന്നും പുറത്ത് ആരെയും കാണിച്ചിട്ടുമില്ല, എനിക്കിപ്പോൾ ഓർമ്മയില്ല. അതെന്താ അങ്ങനെ? എനിക്ക് തന്നെ അതൊരു നെക്സ്റ്റ് സ്റ്റേജ് അല്ലേ? എനിക്കെന്താ നമ്മൾ ചെയ്യുമ്പോൾ ഒരു എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാവണം. എനിക്കാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒന്ന് തന്നെ ഒരു പാട്ടുണ്ടാക്കി കഴിഞ്ഞാൽ എനിക്കത് അയ്യോ മറ്റേ പാട്ടിൻ്റെ ചായല ഈ പാട്ടിൻ്റെ ചായല ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് പിന്നെ ആരെങ്കിലും കളിയാക്കിയാലോ എന്നൊക്കെയുള്ള ഭയം ഞാൻ പുറത്തോട്ട് ചെയ്തിട്ടില്ല. പക്ഷേ കൊച്ചുകൊച്ചു നമ്മുടെ ശ്ലോകങ്ങളൊക്കെ ഇല്ലേ, ചെറിയ ചെറിയ ശ്ലോകങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് തന്നെ. എന്തെങ്കിലും ഒരു രാഗം ബേസ് ആഗ്രഹമില്ലേ? മ്യൂസിക് ഡയറക്ടർ ആവാൻ ഒരു പ്രത്യേക ടാലൻറ്റ് വേണം. അത് എല്ലാവർക്കും കിട്ടുന്നതല്ല. എനിക്ക് പാടുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. പിന്നെ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ മേ ബി ഐ വിൽ ട്രൈ. ഞാൻ കേട്ടിട്ടുള്ളത് സിനിമയിൽ പാടുന്ന ഈ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ലാത്ത ഒരു കാര്യമായിരുന്നു. അപ്പൊ പക്ഷേ എപ്പോഴും പാട്ടിനോട് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു എന്നാണ്. അതെ, പണ്ട് മുതലേ ഒരുപാട് പാട്ട് ഞാൻ കേൾക്കുമായിരുന്നു. പിന്നെ ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ചത് തന്നെ ഞാൻ ഫിലിമിലേക്ക് വരണം എന്ന് വിചാരിച്ചിട്ടല്ലായിരുന്നു. എനിക്ക് ഗവൺമെൻറ്റിൽ നിന്നൊരു സ്കോളർഷിപ്പ് കിട്ടിയിരുന്നു, കൾച്ചറൽ ടാലൻറ്റ് സെർച്ച് സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന്. അപ്പോൾ ഞാൻ ഓമനക്കുട്ടിച്ചനെ ഗുരുവായിട്ട് എടുത്ത് ഞാൻ ടീച്ചറിൻ്റെ അടുത്ത് പഠിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അപ്പോൾ കോളേജിലും എൻ്റെ മെയിൻ മ്യൂസിക് മെയിൻ ആയിരുന്നു ഞാൻ. അപ്പോൾ അങ്ങനെ അതല്ലാതെ എനിക്ക് വേറൊരു ഇൻട്രസ്റ്റ് ഇല്ല എനിക്ക്. അപ്പോൾ എങ്ങനെയാണെങ്കിലും മ്യൂസിക് ടീച്ചറായിട്ട് ഏതെങ്കിലും എൻ്റെ കൂടെ പഠിച്ചിരുന്നവരൊക്കെ ഇപ്പോൾ പല പല കോളേജസ് ലെക്ചറേഴ്സാണ്, മ്യൂസിക് ലെക്ചറേഴ്സാണ്. അതുപോലെ അതായിരുന്നു എൻ്റെ അമ്മയച്ഛനും ടീച്ചേഴ്സായിരുന്നു. എനിക്ക് ആ ടീച്ചിങ് പ്രൊഫഷൻ തന്നെയാണ് മ്യൂസിക്കിൽ ഒരു ടീച്ചറായിട്ട് പോകണം എന്നുള്ളതാണ്. അതിനുശേഷം ട്രിവാൻഡ്രത്ത് റെക്കോർഡിംഗ് സ്റ്റുഡിയോ വന്നു. രാധാകൃഷ്ണൻ ചേട്ടൻ എൻ്റെ ഗുരുവിൻ്റെ ബ്രദർ രാധാകൃഷ്ണൻ ചേട്ടൻ ഇങ്ങനെ മ്യൂസിക് പടം വന്നപ്പോൾ ട്രിവാൻഡ്രത്ത് ചെയ്തപ്പോൾ ഇങ്ങനെ പുതിയ കുട്ടികളെ വിളിച്ച് പാടിച്ച കൂട്ടത്തിൽ എന്നെ വിളിച്ചു. അന്നൊരു പാട്ട് ദാസേട്ടൻ്റെ കൂടെ പാടി. അതിനപ്പം ദാസേട്ടൻ്റെ കൂടെ ഇപ്പോൾ സുജാതയാണ് പാടിക്കൊണ്ടിരുന്നത്. സുജുവിന് പെട്ടെന്ന് സുഖമില്ലാണ്ടായപ്പം എന്നെ വിളിച്ചു പാടാൻ കൂടാൻ. അത് എറണാകുളത്തായിരുന്നു ഫസ്റ്റ് പ്രോഗ്രാം. അതിനെ വിളിച്ചു കഴിഞ്ഞ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കാൻ തുടങ്ങിയിരുന്നു ദാസേട്ടൻ. പിന്നെ കുറേ നാൾ ദാസേട്ടൻ്റെ കൂടെ തന്നെ ഒരുപാട് പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്, സ്റ്റേജ് ഷോസ്. അപ്പം മറ്റുള്ള മ്യൂസിക് ഡയറക്ടേഴ്സൊക്കെ ഇങ്ങനെ ദാസേട്ടൻ്റെ കൂടെ ഒരു പുതിയ കുട്ടി പാടി എന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള നിലയിലാണ് ജെറി മാസ്റ്ററും രവീന്ദ്ര മാസ്റ്ററും ഒക്കെ എന്നെ വിളിച്ചു തുടങ്ങിയത്. തീർച്ചയായിട്ടും ദാസേട്ടൻ, ജാനകിയമ്മ, സുശീലമ്മ അവരുടെയൊക്കെ പാട്ടുകളാണ് ഞാൻ കേട്ട് വളർന്നിരിക്കുന്നത് കൂടുതൽ. ആശാജി, ലതാ മങ്കേഷ്കർ അവരുടെയൊക്കെ പാട്ടിലാണ് കൂടുതൽ എനിക്ക് ഇൻസ്പിറേഷൻ കിട്ടിയിട്ടുള്ളത്. ഓരോ പാട്ട് പാടുമ്പോഴും നമുക്ക് അതേ സിറ്റുവേഷനിൽ ഇവർ നമ്മുടെ സീനിയർ സിംഗേഴ്സ് പാടി വെച്ച പാട്ടുകൾ ഉണ്ടാവും. അത് മനസ്സിൽ വിചാരിച്ചാൽ നമുക്ക് വേറെ എക്സ്പ്രഷൻ ഒന്നും നോക്കേണ്ട കാര്യമില്ല. പക്ഷെ അത്ര അവരൊക്കെ ശരിക്കും ഒരു ഡിക്ഷണറി പോലെയാണ്. ഓരോ എന്ത് സിറ്റുവേഷൻ പറഞ്ഞാലും അവരുടെ ഓരോ പാട്ടുകൾ കാണും നമുക്ക് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. ശരിക്കും ഒരു കർണാട്ടിക് മ്യൂസിക്കിലായിരുന്നില്ലേ ആദ്യമൊക്കെ താല്പര്യം? കച്ചേരി ചെയ്യാനുള്ള അത് ഉണ്ടായിരുന്നു? കച്ചേരി ഞാൻ ചെയ്തു. ശരിക്കും എൻ്റെ അരങ്ങേറ്റം കഴിഞ്ഞു ട്രിവാൻഡ്രത്ത് സൂര്യ ഫെസ്റ്റിവലിന്. ഞാനത് ശരിക്കും ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് വന്ന ആളായതുകൊണ്ട് എൻ്റെ ഫസ്റ്റ് കച്ചേരിയിൽ ഞാൻ ഫുൾ സ്വാതി തിരുനാളിൻ്റെ മാത്രമാണ് പാടിയത്. എല്ലാം സ്വാതി തിരുനാളിൻ്റെ തന്നെ പിന്നെ ഒരു വർണ്ണം, കീർത്തനം, പദം, അങ്ങനെ എല്ലാം കൂടെ ചേർത്ത് തില്ലാന എല്ലാം മാത്രം ഡെഡിക്കേറ്റ് ചെയ്ത സ്വാതി തിരുനാൾ ഡെഡിക്കേറ്റ് ചെയ്യുന്ന അങ്ങനെ ഒരെണ്ണം ചെയ്തു. പിന്നെ ഇപ്പോൾ തിരുവയ്യാറ് പോയി പാടി, ത്യാഗരാജ ആരാധനയ്ക്ക് പോയി പാടി. അടുത്ത എനിക്ക് കച്ചേരി ചെയ്യണമെന്നുണ്ട്. പക്ഷെ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ ഭയങ്കര നമ്മുടെ ഇതിൻ്റെ ടൈമിങ്സും ക്ലാസിക്കൽ ടൈമിങ്സ് മാത്രമാണോ അതിന് വേറെ മാതിരിയായ സാധകത്തിനും? ഇപ്പം നമ്മൾ ലൈറ്റ് മ്യൂസിക് പാടുന്ന ശ്രുതി വേറെ, ക്ലാസിക്കലിന് പാടുന്ന ശ്രുതി വേറെ. ആ ശ്രുതിയിൽ ക്ലാസിക്കൽ പാടിയാൽ നന്നാവില്ല, ആ ഒരു കുറച്ചൊരു ഇതായിപ്പോ. അപ്പം അതുകൊണ്ട് ശ്രുതി ഡിഫറൻസ് വരുമ്പോൾ തന്നെ ചിലപ്പോൾ വോയിസിന് വ്യത്യാസം വരുമോ എന്ന് എനിക്കൊരു ചെറിയൊരു പേടി. അതുകൊണ്ട് ഞാൻ ഒരുമിച്ച് കുറച്ചിങ്ങനെ മറ്റ് ക്ലാസിക്കൽ മ്യൂസിക് പിന്നത്തേക്ക് ലൈറ്റ് മ്യൂസിക് പാടുമ്പോൾ ഇപ്പോഴേ നമ്മുടെ വോയിസ് എത്ര നാൾ ഹീറോയിൻസിന് ചേരുമോ അതുവരെ പാടാനൊക്കെയുള്ളൂ. ക്ലാസിക്കലിന് അങ്ങനെ ഒരു ബാരിയർ ഇല്ല. നമുക്ക് എത്ര വയസ്സായാലും ഇപ്പം 80 വയസ്സായാലും പാടാൻ പറ്റുമെങ്കിൽ പാടാം. അതിങ്ങനെ ആർക്കും മാച്ച് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അതെ അതെ അതെ, അത് നമ്മൾ എത്രയധികം നമ്മൾ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കും. പക്ഷെ പഠിച്ചുകൊണ്ടിരിക്കണം, കംപ്ലീറ്റ് വിട്ടുകളയാതെ. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട്. തീർച്ചയായിട്ടും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഒരുപാട് ക്ലാസ് തീർച്ചയായിട്ടും ചെയ്യും. അതിലായിട്ട് കൂടുതലായിട്ട് വരികയും ചെയ്യും. കുറച്ചായിട്ട് ചെയ്തു തുടങ്ങി. ഞാനിപ്പോൾ കുറച്ച് ധൈര്യം സംഭരിച്ച് ചെയ്തു തുടങ്ങി ചെറുതായിട്ട്.